സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത്, കൃത്യമായി പറഞ്ഞാൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ മലയിടം തുരുത്ത് എന്ന് പറയുന്നത്, അവിടെ ഉന്നതി എന്ന് പറയുന്ന ഒരു ദളിത് കോളനിയിൽ ഒരു കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. 2023 മുതൽ തുടങ്ങിയ ഒരു വ്യവഹാരമാണ്, നിയമവ്യവഹാരമാണ് ഇന്നലെ കുടിയൊഴിപ്പിക്കലിലേക്ക് എത്തിയത്. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ട ഒരു നിയമവ്യവഹാരം. ഇവിടെ ഈ ഉന്നതിയിൽ താമസിക്കുന്ന 9 ദളിത് കുടുംബങ്ങൾ അവിടെ നിന്ന് മാറണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. ശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഭൂമിയെന്നും, ഏതാണ്ട് 19 ഏക്കറോളം വരുന്നുണ്ട്. അവിടെ ആ ഭൂമിയിൽ ഇവർ കുടിയേറി പാർത്തവരാണ്, അതുകൊണ്ട് ഇവർ ഇറക്കി വിടണം എന്നാണ് ശങ്കരൻ നായരുടെ ഹർജി. അങ്ങനെയായിരുന്നു. സുപ്രീം കോടതി അത് ശരിവെച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് പ്രകാരം പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് ഇന്നലെ കുടിയൊഴിപ്പിക്കൽ നടന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലമായി CPM സർക്കാർ അധികാരത്തിലിരിക്കുന്നു. CPM സർക്കാരിൻ്റെ ഭാഗമായിരുന്നു CPM MLA ആണ് കിഴക്കമ്പലത്തുണ്ടായിരുന്ന ശ്രീനിജൻ എന്ന് പറയുന്ന MLA. അദ്ദേഹം ഇന്നലെ ഈ കുടിയൊഴിപ്പിക്കൽ വേദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഞങ്ങളിത് സമ്മതിക്കില്ല, ദളിത് വിഭാഗത്തിന് നേരെ പുതിയ സർക്കാരിൻ്റെ കടന്നുകയറ്റം, 2 ദിവസത്തിനുള്ളിൽ സർക്കാർ ദളിതരെ ചവിട്ടിമെതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ആക്രോശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ തിരിച്ചൊരു ചോദ്യം വന്നു, കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ സർക്കാരല്ലേ ഭരിച്ചത്, ഇവരെ കുടിയൊഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള നിയമ നടപടികളാണ് നിങ്ങൾ ചെയ്തത്? പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഇവർ നിയമവ്യവഹാരമായി പോയപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥലം MLA എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പഴയ നിയമവകുപ്പ് മന്ത്രി P. രാജീവും സ്ഥലത്തെത്തി ഉന്നതിയിൽ ഈ ദളിത് വിഭാഗത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സർ, കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഈ സർക്കാർ അധിസ്ഥിതരുടെ അടയാളവർഗത്തിൻ്റെ വിഭാഗത്തിൻ്റെ എല്ലാം അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ ഇപ്പോൾ 9 ദളിത് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കലിൻ്റെ വക്കിലെത്തുമ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. പുതിയൊരു സർക്കാർ വന്ന് 2 ദിവസത്തിനുള്ളിൽ ഈ സർക്കാരിന് എന്താണ് ഇതിൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സർക്കാരിന് യാതൊരു തരത്തിലും ഈ ഒരു കുടിയൊഴിപ്പിക്കലിൽ പങ്കില്ല. മറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആ നടപടികൾ നിർത്തിവെക്കാൻ പറഞ്ഞു. എൻ്റെ ചോദ്യം, ഇവിടെ ഈ 10 വർഷം ഭരിച്ച സർക്കാർ ഇത് കണ്ണടച്ച് നിന്നുകൊണ്ട് കേവലം 2 ദിവസം മാത്രം പ്രായമായ ഒരു സർക്കാരിൻ്റെ മുകളിലേക്ക് ഈ ഇത്തരം കാര്യങ്ങൾ, കുറ്റങ്ങൾ കൊണ്ടുവന്നിടുമ്പോൾ പോലീസിനകത്ത് തന്നെയുള്ള CPM അനുഭാവികളാണോ ഈ സർക്കാരിനെ നാണം കെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു നടപടിക്ക് ഇറങ്ങി തിരിച്ചത്? അതായത് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുന്ന CPM സ്റ്റൈലുണ്ട്. അവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളൊക്കെ മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് അവർ മാന്യന്മാരെ ചമയുക എന്നുള്ള കൃത്യമാണ് കഴിഞ്ഞ കുറേ കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഭരണത്തിൽ വന്ന ദിവസം തന്നെ അധികാരം ഏറ്റെടുത്ത് വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പോലീസിനെ ഉപയോഗിച്ച് ഭീകരമായ രൂപത്തിൽ ഇവരെ ആദിവാസി ദളിത് വിഭാഗത്തിൽ നേരിട്ട സംഭവം. സത്യത്തിൽ അതിൻ്റെ നിയമവശം ഒറ്റതോടെ നോക്കിക്കഴിഞ്ഞാൽ 19 ഏക്കർ സ്ഥലം ഇവര് കൈയടക്കി എന്നുള്ളതാണ്, കയ്യേറി എന്നുള്ളതാണ് എൻ്റെ കേസ്. 19 ഏക്കർ സ്ഥലം ഒരാൾക്ക് കൈവശം വെക്കാൻ പാടില്ല എന്നുള്ള നിയമം ഒന്നാമത് നിൽക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ കൈവശം വെക്കുക? അത് കൃത്യമായി 10 വർഷം ഭരിച്ച പിണറായി വിജയൻ അത് കൃത്യമായി പരിശോധിച്ച് അവർക്ക് വേണ്ട നീതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അത് പിടിച്ചെടുത്ത് ആ ആദിവാസി ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങൾ, നിയമപരമായി വേറെ പ്രശ്നമില്ല. അപ്പോൾ 19 ഏക്കർ പിടിച്ചെടുക്കുകയും വലിയ സ്ഥലമില്ലായിരിക്കാം, പകരം അവർക്ക് വേറെ സ്ഥലം കണ്ടെത്തി കൊടുത്തിരുന്നെങ്കിൽ ഈ സമരം ഉണ്ടാകുമോ? സാറേ, ഇവിടെ ഒന്ന് ഇടപെടുകയാണെന്ന് വിചാരിക്കരുത് സാറേ. നമ്മുടെ നിയമമന്ത്രി, പഴയ നിയമമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് വന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഈ 19 ഏക്കറിൽ സർവേ നടത്തണം എന്നാണ് പറയുന്നത്. 10 വർഷം ഭരിച്ചവർക്ക് എന്തുകൊണ്ട് സർവേ നടത്തി? സാറ് പറഞ്ഞത് ദളിത് വിഭാഗമാണ് സാർ, ആദിവാസികളല്ല. അവർ ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ വർഷങ്ങളായി അവർ പറയുന്നു 10-60 വർഷത്തിലേറെയായി അവരവിടെ താമസിക്കുന്നു, അവരുടെ പരമ്പരയായിട്ട്.
അങ്ങനെയെങ്കിൽ അവർ കുടിയൊഴിപ്പിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇപ്പോൾ ഈ രാജീവ് പറഞ്ഞ പോലെ ഒരു സർവേ എന്തുകൊണ്ട് നേരത്തെ നടത്താൻ സാധിച്ചിട്ടില്ല അവർക്ക്? അല്ല, 1, 2, 3 കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 10 വർഷമായി അവർ നടത്താതിരിക്കുകയും ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുന്ന രാജീവും അതേപോലെ അവിടുത്തെ മുൻ MLA ശ്രീനിജനുമെല്ലാം ജനങ്ങളെ മുന്നിൽ സ്വയം വിഡ്ഢികളാവാൻ വേണ്ടി ഉള്ള ശ്രമമാണ് വീണ്ടും. ജനങ്ങൾ കഴുതകളല്ല എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. CPM നടത്തുന്ന ഇത്തരത്തിലുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള ഏർപ്പാട് ഇവിടെ നടക്കില്ല എന്ന് CPM അണികൾ തന്നെ കൃത്യമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും എല്ലാം ഈ ഇടതുപക്ഷ UDF വൻ വിജയം നേടിയത്. 3 CPM സ്ഥാനാർത്ഥികൾ തന്നെ UDFിനോടൊപ്പം ചേർന്നുകൊണ്ട് CPMന്റെ അണികളാണ് വോട്ട് ചെയ്ത് അവർക്ക് ജയിപ്പിച്ചത്. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM അണികളാണ് പ്രധാനമായും UDFിനെ വിജയിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതിയിലുണ്ടായിരുന്ന കാര്യങ്ങളും ഇത് തന്നെയായിരുന്നു. അതും കണ്ണടച്ചിരുട്ടാക്കായിരുന്നു. കാരണം ഒരിക്കലും നടക്കാത്തൊരു പദ്ധതിയെ ഇവിടെ പ്രഖ്യാപിക്കുകയും അതുവഴി അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ ലക്ഷ്യമാക്കി ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ സിൽവർ ലൈൻ പദ്ധതി പ്രഖ്യാപിച്ചതും അതിൻ്റെ പിന്നാലെ പോയതും. ഏകദേശം 1 ലക്ഷം കോടി രൂപയെന്ന് പറയുമ്പോൾ ഒരു 10-25,000 കോടി കമ്മീഷൻ അടിച്ചു പറ്റാം. ഇതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ആ പ്ലാനും പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. അവസാനം ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. ഇന്നലെ അത് VD സതീശൻ സർക്കാർ പിൻവലിച്ചപ്പോൾ എന്തുമാത്രമാണ് ജനങ്ങൾക്ക് സന്തോഷമുണ്ടായത്. അവരനുഭവിച്ച വിഷമങ്ങൾ ഇന്നലെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ CPMന്റെ ആളുകൾ അടക്കമുള്ള ആളുകളാണ് ഈ പിണറായി വിജയനെ ചീത്ത പറയുന്നത്. അതേപോലെ തന്നെ ആശാവർക്കന്മാരുടെ സ്ഥിതി. ഇപ്പോൾ ആശാവർക്കന്മാർക്ക് പൈസ കൊടുത്തപ്പോൾ മല എലിയെ പ്രസവിച്ചു എന്ന് പറയുന്ന ആ ധനകാര്യമന്ത്രി അന്ന് അവർക്ക് അത് കൊടുത്തിരുന്നെങ്കിൽ, പോട്ടെ അവർ 1000 രൂപ മൊത്തത്തിൽ കൂട്ടിക്കൊടുത്തിരുന്നെങ്കിൽ, അതായത് 30 രൂപയോ 40 രൂപ 30 രൂപയോ 33 രൂപയോ വരുള്ളൂ, അത് ഒരു ദിവസത്തേക്ക് അപ്പോൾ കൂട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അവർ സമരം നിർത്തി പോകുമായിരുന്നു. പകരം 5 പൈസ കൂട്ടിക്കൊടുക്കാതെ 200ഓളം ദിവസം മഴയും വെയിലും കൊണ്ട് തിരുവനന്തപുരത്ത് അവരെ ശാപമേറ്റിട്ടാണ് അവസാനം പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ആയതിന് പ്രധാനപ്പെട്ട കാരണം. അതുപോലുള്ളൊരു സംഭവമാണ് ഈ സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി ഓർഡറിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യം, ആ ലാൻഡിൻ്റെ ഉടമയായിരുന്ന ആള് കൊടുത്ത കേസിൽ വാപ്പാടെ നോക്കിയത് അവരുടെ കൈവശമാണോ ഭൂമി അല്ലയോ എന്നുള്ളതാണ്. എന്നാൽ അത് അവർക്ക് കൈവശം വെക്കാൻ പറ്റുന്ന പരിധിയിലുള്ള ഭൂമിയാണോ എന്ന് നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അഡ്വക്കേറ്റ്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് 15 ഏക്കറിലും 12 ഏക്കറിലും മേതെ ഒരു ലാൻഡ്, ഈ പാടം അല്ലാത്ത ലാൻഡ് കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതോടൊപ്പം ഇതാണെങ്കിൽ തോട്ടമാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് സ്വന്തമായി കൈവശം വെക്കാം. ഇത് ലാൻഡാണ്. ഈ ലാൻഡ് അവരുടെ കൃഷി തെങ്ങിത്തോപ്പമാണ്, തെങ്ങിത്തോപ്പ് അടക്കമുള്ള സ്ഥലമാണ് മലമ്പ്രദേശത്തുള്ള ഈ സ്ഥലം. അപ്പോൾ അത് 15 ഏക്കറിൽ മൊത്തം കൈവശം വെക്കാൻ പാടില്ല. 19 ഏക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനടുത്ത് 1000കണക്കിന് ഏക്കറിലാണ് ഈ 19 ഏക്കർ. അപ്പോൾ ആ 19 ഏക്കറിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിയമപരിജ്ഞാനമില്ലാത്ത അതിൻ്റെ അഡ്വക്കേറ്റ്മാരോ അല്ലെങ്കിൽ ഇവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി വാദിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടാവുക. സുപ്രീം കോടതിയിൽ കൃത്യമായി വാദിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാലേ നല്ലൊരു അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൃത്യമായ നിയമവശങ്ങൾ അവിടെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഗവൺമെൻറ് തലത്തിൽ വേണ്ട സപ്പോർട്ടും ഈ കീഴ്ക്കോടതി കഴിഞ്ഞാൽ മുകളിലൊക്കെ തന്നെ ഗവൺമെൻറ്റും കൂടെ കക്ഷിയാണ്. ആദ്യം മാത്രമാണ് ഗവൺമെൻറ് കക്ഷിയാവാത്തത്. അപ്പം ഇതിൽ ഗവൺമെന്റ് കക്ഷിയാണ്. എന്താ വെച്ചാൽ ഇത് ലാൻഡുമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട്. സാർ, അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട ഈ 9 ദളിത് കുടുംബങ്ങളെ ഈ പിണറായി വിജയൻ സർക്കാർ അടക്കം പറ്റിക്കുകയായിരുന്നു. അപ്പൊ അത് പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്തരം ഒരു കാര്യം വന്നാൽ അതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇവർക്ക് അവിടെ കോടതി ഉത്തരവാണ്, അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതരാണ്. അപ്പോൾ ആ നിർബന്ധിതരായ കാര്യത്തിൽ അവരെ കുടിയൊഴിപ്പിക്കുന്ന സമയത്ത് അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തക്കാണ് ഗവൺമെന്റാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പ്രത്യേകമായി പരിഗണന ഉണ്ടാകണം. കൃത്യമായി പരിഗണന ഉണ്ടായിട്ട് അവർക്ക് അതിനുള്ള പരിഗണന ഉണ്ടല്ലോ, അവർക്ക് ആനുകൂല്യങ്ങളുണ്ടല്ലോ, അതിന് അർഹരാണല്ലോ. അർഹരാണ് എന്ന് ഭരണഘടനാ പ്രകാരം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലവും
ഈ കേസ് നടത്തുമ്പോൾ കേരള ഗവൺമെന്റ് അത്തരം കാര്യങ്ങളിൽ ഒന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ പൊള്ളത്തരമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഈ പാവപ്പെട്ട കുടുംബത്തിന് ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകളാണ് എന്ന്, അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകളാണെന്ന് കൃത്യമായി ഇന്നലെ തന്നെ നമ്മൾ തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ജീവിക്കാനും താമസിക്കാനും സൗകര്യമില്ലാത്ത അവർക്ക് കൃത്യമായി നേരത്തെ തന്നെ ഇവർക്ക് കൃത്യമായി സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയനായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് സുപ്രീം കോടതി വിധി എത്തിയ ശേഷമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഗവൺമെൻറ്റാണ്. കാരണം അവിടുന്ന് ഓർഡർ ഉണ്ടെങ്കിൽ അത് ലംഘിക്കാൻ കേരള ഗവൺമെൻറ് അധികാരമില്ല, പോലീസിന് അധികാരമില്ല. പക്ഷെ ഇന്നലെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിനെതിരെ പെട്ടെന്ന് ഒരു ആയുധമാക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും. ഇന്നലെ തന്നെ പോലീസിനെ ഇറക്കേണ്ട ആവശ്യം എന്താ? അവിടെയാണ് സാർ ഒരു സംശയം. കാരണം ഇത് നിരവധി തവണ ഇവരെ കുടിയൊഴിപ്പിക്കൽ ചടങ്ങ് ഒരു 14 തവണ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു സന്ദർഭത്തിലും ഇത്രത്തോളം മൂർച്ചയേറിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം കടുത്ത ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് അങ്ങനെ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ എൻ്റെ ഒരു സംശയമാണ്, നിയമപരമായ ഒരു സംശയം തന്നെയാണ്, ആ ഉത്തരവ് ഇങ്ങനെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ മുഖേന അത് ചീഫ് സെക്രട്ടറിയോ DGP ഒക്കെ അറിയിക്കേണ്ടതൊരു ഉത്തരവാദിത്വം കൂടി അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ പുതിയ സർക്കാർ നിലവിൽ വന്നൊരു സാഹചര്യത്തിൽ സർക്കാരിനൊരു അഭിപ്രായം കൂടി തേടേണ്ട ഒരു ബാധ്യത അതിലുണ്ടാവില്ല. അല്ല, ഇത് ഇന്നലെ എടുത്ത ഓർഡർ അല്ല, നേരത്തെ എടുത്തു വെച്ച ഓർഡർ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെ ഇലക്ഷൻ സമയത്തൊക്കെ ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ച സംഭവമാണ്. അതായത് ഇന്നലെ ഉണ്ടായുള്ള സുപ്രീം കോടതി ഓർഡർ അല്ല, ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പുണ്ടായ ഓർഡറാണ്. അതിന്റെ പേരിലാണ് അതിനൊന്നും തന്നെ രാജീവോ നിയമമന്ത്രി രാജീവോ അല്ലെങ്കിൽ അവിടുത്തെ MLA ആയിരുന്ന ശ്രീനിജനോ ഒന്നും ഇടപെടാതെ അവര് മലർന്നു കടന്ന് തുപ്പുകയാണ് ഇപ്പോൾ ജനങ്ങളെ മേല്. ഇപ്പം എന്താ പറയുന്നത്, ഈ ഗവൺമെന്റ് വന്നതോട് കൂടിയിട്ട് പ്രശ്നമായി എന്നുള്ള, ഈ ഗവൺമെന്റാണ് കാരണക്കാർ എന്നുള്ള രൂപത്തിലാണ്. അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഈ പുതിയ ഗവൺമെന്റാണ് ഉത്തരവാദി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ രാജീവും അതേപോലെ ശ്രീനിജനെല്ലാം പറഞ്ഞു വരുന്നത്. CPM-ന്റെ സൈബർ വിങ്ങുകൾ ഇപ്പൊ തന്നെ ക്യാപ്സ്യൂളുകൾ ഇറങ്ങി. കാരണം ചിരിക്കുന്ന മന്ത്രി വന്നു, ജനങ്ങൾ കരഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇന്നലെ ടാഗ് ലൈൻ ഉണ്ടായിരുന്നത്. അല്ല, ചിരിക്കുന്ന മന്ത്രി അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ കരയിപ്പിച്ച മന്ത്രിയാണ്, ജനങ്ങളെ കരയിപ്പിച്ച മന്ത്രിയാണ് ഉള്ള സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയ കോടതിയിൽ കേസ് നടന്നതും. ആ കേസിന്റെ ഉത്തരവാദിത്തം പുതിയ മന്ത്രിസഭയ്ക്കല്ല, പഴയ മന്ത്രിസഭയ്ക്കാണ്. അതിൽ കക്ഷി ചേരുകയും കൃത്യമായി ആ പാവപ്പെട്ട SC/ST വിഭാഗത്തിന് വേണ്ടി നീതി മേടിക്കാൻ വേണ്ടി കോടതിയിൽ വാദിക്കുകയും ചെയ്യേണ്ട ആരാണ്? കേരള ഗവൺമെൻറ്റാണ്. അപ്പം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് അത്തരം ഒരു നടപടിയും എടുത്തില്ല, പകരം ഇതിന് കൂട്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷ ഈ സംഭവം ഉണ്ടായപ്പോൾ, ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇവർ അധികാരമേൽക്കാൻ വേണ്ടി കാത്തിരുന്ന പോലെ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അതിൽ പിണറായി വിജയന്റെ വലങ്കൈകളായ ചില ആളുകളുണ്ട്, ഗുണ്ടാ മാഫിയയിൽപ്പെട്ട, അവരാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഇപ്പോൾ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ചത് എന്നുള്ളതാണ് സത്യം. അത് പുതിയ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാൻ പിണറായി വിജയനും അതേപോലെ രാജീവൊക്കെ എടുത്ത് കാണിക്കുന്ന പുതിയൊരു നമ്പർ മാത്രമാണിത്. ഇത് തിരിച്ച് അവർക്ക് തന്നെ ബൂമറാങ്ങായി തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് സത്യം. എന്തായാലും 60 വർഷത്തിലേറെ കാലം അവിടെ താമസിക്കുന്ന ഈ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിൽ നിന്നും സർക്കാരും വേണ്ടപ്പെട്ട വിഭാഗക്കാരും ഉണർന്ന് പ്രവർത്തിച്ച് അവർക്ക് ഒന്നുകിൽ പുനരധിവാസം, അല്ല എന്നുണ്ടെങ്കിൽ കുടിയെടുപ്പവകാശം പോലെയെങ്കിലും അവർക്ക് ആ ഭൂമിയിൽ അധിവസിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാക്കി കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.